അപ്പോൾ നമ്മളിന്ന് മെറ്റിനിമിഡിക്കാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോ ഡ്രഗ് ബൈ ഡ്രഗ് സിംറ്റംസ് പറയാനുള്ള ടൈം നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അപ്പോൾ അതിൽ വരുന്ന സിംറ്റംസും റിലേറ്റ് ചെയ്ത് വരുന്ന സിംറ്റംസും അതിൻ്റെ കമ്പയർ ചെയ്തിരുന്ന മെഡിസിൻസും കൂടി പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ GIT എന്നൊരു 10 ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തൊട്ട് കഴിഞ്ഞ PSCയുടെ മെറ്റിനിമിഡിക്ക ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തേതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തവർക്ക് മനസ്സിലാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് നാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ ഫോളോയിങ് മെഡിസിൻസ് ആൻഡ് സിംറ്റംസ് റിഗാർഡിംഗ് അബ്ഡോമിനൽ കോളിക്. കോളിക്കിനെ പറ്റിയിട്ട് ഒരു 4 സിംറ്റംസും 4 മെഡിസിൻസും തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് കോളോസിന്ത്. കോളോസിന്തിൽ പെയിൻ ഇൻ അബ്ഡോമൻ വിത്ത് റെസ്റ്റ്ലെസ്നെസ് ആൻഡ് ബെറ്റർ ബൈ ഹാർഡ് പ്രഷർ ആൻഡ് ബെൻഡിങ് ഡബിൾ. അപ്പോൾ നമുക്കറിയാം കോളോസിന്തിന്റെ തന്നെ സിംറ്റം ആണ് അബ്ഡോമിനൽ കോളിക്ക് വരുന്ന സമയത്ത് ബെൻഡിങ് ഡബിളും ഹാർഡ് പ്രഷറുമാണ് അമിലോറേഷൻ ആയിട്ട് വരുന്നത്. ദെൻ അടുത്തത് പ്ലാറ്റിനം മെറ്റ്. പ്ലാറ്റിനം മെറ്റിൽ പെയിൻ ഇൻ അബ്ഡമൻ വിത്ത് റെസ്റ്റ്ലെസ്നെസ് ആൻഡ് ബെറ്റർ ബൈ ഹാർഡ് പ്രഷർ ആൻഡ് വാംത്ത് ആപ്ലിക്കേഷൻ. ഇപ്പം ഈ സിംറ്റം വരുന്നത് മാക്ഫോസിലാണ്. അതായത് കോളോസിന്തിന്റെ സെയിം തന്നെയാണ്, അതിന്റെ കൂടെ ഒരു വാംത്ത് ആപ്ലിക്കേഷനും കൂടി വരുന്നത് മാക്ഫോസിനകത്താണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അടുത്ത മൂന്നാമത്തെ എന്ന് പറയുന്നത് മാക്ഫോസ്. മാക്ഫോസിൽ പെയിൻ ഇൻ അബ്ഡമൻ ബെറ്റർ ബൈ പാസിംഗ് സ്റ്റൂൾ, അതും തെറ്റാണ്. നമ്മൾ പറഞ്ഞു ആ മേളിൽ കൊടുത്തിരിക്കുന്ന സിംറ്റം ആണ് കറക്റ്റ് ആയിട്ട് മാക്ഫോസിന് വരുന്നത്. അടുത്ത നാലാമത്തത് ചമോമില്ല. ചമോമില്ലയ്ക്ക് പെയിൻ ഇൻ അബ്ഡമൻ വിത്ത് ഇറിറ്റബിലിറ്റി, അത് ചമോമില്ലയുടെ തന്നെ സിംറ്റം ആണ്. നമുക്കറിയാം ചമോമില്ലയുടെ ഏറ്റവും വലിയ ക്യാരക്ടറായിട്ട് നമ്മൾ പറയുന്ന ആ ഒരു ഇറിറ്റബിലിറ്റി ആണ്. അത് എല്ലാ കണ്ടീഷനിലും ചമോമില്ലയുടെ കൂടെ വരുന്നത് ആ ഒരു ഇറിറ്റബിലിറ്റി ആണ്. അപ്പൊ അതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് 1ഉം 4ഉം ആണ്. ഇനി നോക്കുക, ഈ ഓരോ മെഡിസിൻ പറയുന്ന സമയത്ത് കീനോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെക്ഷൻ ഒന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ കോളോസിന്ത് നോക്കുക. കോളോസിന്തിൽ നമ്മൾ പറഞ്ഞു അബ്ഡമിനൽ പെയിൻ വിത്ത് റെസ്റ്റ്ലെസ്നെസ് എന്നാണ് പറയുന്നത്. അതിന്റെ അമിലോറേഷൻ ഹാർട്ട് പ്രഷറും ബെൻഡിങ് ഡബിളും ഈ സെയിം തന്നെയാണ് വരുന്നത് പ്ലംബത്തിനും ആൻഡ് മാക്ഫോസിനും. അതിന്റെ കൂടെ ഒരു ഹീറ്റ് ആപ്ലിക്കേഷനും കൂടെ അമിലോറേഷൻ ആയിട്ട് വരുന്നുണ്ട്. കോളോസിന്തിന്റെ ഹാർട്ട് പ്രഷറും ബെൻഡിങ് ഡബിളും അതിന്റെ കൂടെ തന്നെ ഒരു ഹീറ്റ് ആപ്ലിക്കേഷനും കൂടെ വരുന്നതാണ് പ്ലംബം മെറ്റും മാക്ഫോസും. സെയിം അബ്ഡമിനൽ പെയിന്റെ ഒരുപോലെ വരുന്ന 3 പേര്: കോളോസിന്ത്, പ്ലംബമെറ്റ് ആൻഡ് മാക്ഫോസ്. ഇനി കോളോസിന്തിനകത്ത് ചീസ് അഗ്രവേഷൻ കോളിക് എന്ന് പറഞ്ഞൊരു സിംറ്റം കൂടിയുണ്ട്. അതായത് അബ്ഡമിനൽ പെയിൻ, ചീസ് കാരണം അബ്ഡമിനൽ പെയിൻ ഉണ്ടാകാം കോളോസിന്തില്. ഇനി ഈ മാക്ഫോസിന്റെ വെജിറ്റബിൾ അനലോഗാണ് നമ്മൾ പറഞ്ഞ ചമോമില്ലെ. ചമോമില്ലയില് അബ്ഡമിനൽ പെയിൻ വിത്ത് ഇറിറ്റബിലിറ്റി, അത് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. അബ്ഡമിനൽ പെയിൻ വിത്ത് ഇറിറ്റബിലിറ്റി ആണ് വരുന്നത്. ഇനി കോളോസിന്തിന്റെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന മറ്റൊരു സിംറ്റം പറയുന്നത് സയറ്റിക്കയാണ്. അതായത് സയറ്റിക്കയിൽ പെയിന് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പറയുമ്പോൾ കാലില് ഹിപ്പിൽ തുടങ്ങിയിട്ട് നീന്ന് താഴോട്ട് പോകുന്ന തരത്തിലുള്ള പെയിൻ പറയുന്നുണ്ട് സയറ്റിക്ക കോളോസിന്ത്. അപ്പൊ ലെഫ്റ്റ് സൈഡ് സയറ്റിക്ക ആണെങ്കിൽ കോളോസിന്ത്, റൈറ്റ് സൈഡ് സയറ്റിക്ക ആണെങ്കിൽ നഫാലിയം ആൻഡ് മാക്ഫോസ്. ഈ സെയിം ബെൻഡിങ് ഡബിൾ അമിലോറേഷനിൽ നമ്മൾ പറഞ്ഞ ആരൊക്കെയാണ്? കോളോസിന്ത്, മാക്ഫോസ് ആൻഡ് പ്ലംബമെറ്റ്. തിരിച്ച് അഗ്രവേഷൻ ബെൻഡിങ് ഡബിൾ ആണ് വരുന്നതെങ്കിൽ ഡയസ്കോറിയ വില്ലോസ. അഗ്രവേഷൻ ബെൻഡിങ് ഡബിള് ഡയസ്കോറിയ. ഡയസ്കോറിയക്ക് അമിലോറേഷൻ വരുന്നത് സ്റ്റാൻഡിങ് എറക്റ്റും ബെൻഡിങ് ഫോർവേഡും ആണ്. നിവർന്നിരിക്കുന്നതാണ് ഡയസ്കോറിയക്ക് അമിലോറേഷൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഡയസ്കോറിയക്കകത്ത് വേറെ സിംറ്റം പറയുന്നത് ഇൻഡസ്റ്റൈൻ ട്വിസ്റ്റഡ് ബൈ പവർഫുൾ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് ആ പെയിന്റെ ക്യാരക്ടർ അങ്ങനെയാണ് പറയുന്നത്. ഇൻഡസ്റ്റൈൻ ഇങ്ങനെ തിരിക്കുന്ന പോലെയാണ്, ഒരു കൈ പവർഫുൾ ഹാൻഡ് വെച്ചിട്ട് തിരിക്കുന്ന പോലെയാണ് പെയിൻ എന്നാണ് ഡയസ്കോറിയക്ക് പറയുന്നത്. സെയിം ഈച്ച് ഫിംഗർ പ്രസ്സിങ് ഇൻറ്റു ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത് ഇപ്പിക്കാക്കാണ്. അപ്പോൾ ആ 2 സിംറ്റംസ്, ഇൻഡസ്റ്റൈൻ ഒരു പവർഫുൾ ഹാൻഡ് വെച്ച് തിരിക്കുന്ന പോലത്തെ പെയിൻ ആണെങ്കിൽ ഡയസ്കോറിയ, ഈച്ച് ഫിംഗർ പ്രസ്സിങ് ഇൻറ്റു ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത് ഇപ്പിക്കാക്ക്. സോ കോളോസിന്ത് റിലേറ്റഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. അബ്ഡോമിനൽ പെയിൻ, റെസ്റ്റ്ലെസ്നെസ്, അതിൽ അമിലോറേഷൻ ഹാർട്ട് പ്രഷറും ബെൻഡിങ് ഡബിളും, അതിന്റെ കൂടെ ഹീറ്റും കൂടെ വരുമ്പോൾ പ്ലംബമെറ്റും മാക്ഫോസും കൂടെ വരുന്നുണ്ട്. മാക്ഫോസിന്റെ വെജിറ്റബിൾ അനലോഗാണ് ചമോമില്ലെ. അപ്പൊ അതിൽ അബ്ഡോമിനൽ പെയിൻ വിത്ത് ഇറിറ്റബിലിറ്റി ആണ് വരുന്നത്. തിരിച്ച് അഗ്രവേഷൻ ബെൻഡിങ് ഡബിൾ ആണ് വരുന്നതെങ്കിൽ ഡയസ്കോറിയ ആണ് വരുന്നത്. അതിന്റെ അമിലോറേഷൻ സ്റ്റാൻഡിങ് എറക്റ്റും ബെൻഡിങ് ഫോർവേഡും. അതിന് റിലേറ്റ് ചെയ്ത് ഇൻഡസ്റ്റൈൻ, ആ പെയിന്റെ ക്യാരക്ടർ പറയുന്നത് ഇൻഡസ്റ്റൈൻ ട്വിസ്റ്റഡ് ബൈ പവർഫുൾ ഹാൻഡ് എന്നാണ് ഡയസ്കോറിയയില്. ഈച്ച് ഫിംഗർ പ്രസ്സിങ് ഇൻറ്റു ഇൻഡസ്റ്റൈൻ ആണെങ്കിൽ ഇപ്പിക്കാക്കാണ്.
സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സെൻസേഷൻ ഓഫ് സംതിങ് എലൈവ് ഇൻ അബ്ഡോമിൻ ഈസ് ഫൗണ്ടിങ്. അപ്പൊ ഈ സിംറ്റം കൊടുത്തിട്ടുള്ളത് തൂജയിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫീറ്റസിന്റെ ഫിസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് സംതിങ് എലൈവ് സെൻസേഷൻ തൂജയിൽ പറയുന്നുണ്ട്. ഇപ്പൊ തൂജയുടെ കൂടെ പറയുന്ന ആൾക്കാർ സൾഫർ, നക്സ് മൊസ്കേറ്റ, ക്രോക്കസ്. ആ എലൈവ് സെൻസേഷൻ ഇൻ അബ്ഡോമൻ വരുന്നത് തൂജ, സൾഫർ, നക്സ് മൊസ്കേറ്റ ആൻഡ് ക്രോക്കസ്. ഇതിൽ നക്സ് മൊസ്കേറ്റയും ക്രോക്കസിനെ നോക്കുക, അവരുടെ മൈൻഡിൽ ഒരു സിമിലർ ക്യാരക്ടർ പറയുന്നുണ്ട്. അതായത് ആ മൂഡ് സ്വിങ്സ്, സഡൻ വീപ്പിങ്ങിൽ നിന്ന് ലാഫിങ്ങിലേക്ക് പോകുന്ന ആ മൂഡ് സ്വിങ്സ് നക്സ് മൊസ്കേറ്റയ്ക്കും ക്രോക്കസിനും കോമൺ ആയിട്ട് വരുന്ന സിംറ്റമാണ്. അപ്പൊ ആ ഒരു സിംറ്റം ഒരു 5 മെഡിസിൻ നമ്മൾ പറയുന്നുണ്ട്. ക്രോക്കസ്, കോഫിയ, ഇഗ്നേഷ്യ, നക്സ് മൊസ്കേറ്റ ആൻഡ് പ്ലാറ്റിന. ഈ 5 പേർക്കാണ് മൂഡ് സ്വിങ്സ്, ആ വീപ്പിങ്ങിൽ നിന്ന് ലാഫിങ്ങിലേക്ക് പോകുന്ന ആ ഒരു ചേഞ്ച്. ക്രോക്കസ്, കോഫിയ, ഇഗ്നേഷ്യ, നക്സ് മൊസ്കേറ്റ ആൻഡ് പ്ലാറ്റിന. അപ്പൊ അതിന്റെ വേർഡിങ്സ് ഇങ്ങനെയാണ്. ക്രോക്കസിന് ഹിലാരിറ്റി ടു ഡെസ്പെൻഡൻസി, കോഫിയയ്ക്ക് ലാഫിംഗ് ടു വീപ്പിംഗ്, ഇഗ്നേഷ്യയ്ക്ക് ജോയ് ടു സോറോ, നക്സ് മൊസ്കേറ്റ ഗ്രേവ് ടു ഗേ ആൻഡ് പ്ലാറ്റിന ഗേ ടു സാഡ്. ആ സെയിം മീനിങ് തന്നെയാണ്, പക്ഷെ വേർഡിങ്സ് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. ക്രോക്കസ് ഹിലാരിറ്റി ടു ഡെസ്പെൻഡൻസി, കോഫിയ ലാഫിംഗ് ടു വീപ്പിംഗ്, ഇഗ്നേഷ്യ ജോയ് ടു സോറോ, നക്സ് മൊസ്കേറ്റ ഗ്രേവ് ടു ഗേ, പ്ലാറ്റിന ഗേ ടു സാഡ്. അപ്പൊ 5 മെഡിസിൻസ് ഓർത്ത് വെച്ചേക്കുക. ക്രോക്കസ്, കോഫിയ, ഇഗ്നേഷ്യ, നക്സ് മൊസ്കേറ്റ ആൻഡ് പ്ലാറ്റിന. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കഴിഞ്ഞ നാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓൾ ആസിഡ് ഡ്രഗ്സ് ആർ തേഴ്സ്റ്റ്ലെസ് എക്സെപ്റ്റ്. അപ്പൊ തേഴ്സ്റ്റ് ഉള്ള ആസിഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ അസിറ്റിക് ആസിഡ് ആണ് വരുന്നത്. ബാക്കി ആസിഡ്സ് എല്ലാം തേഴ്സ്റ്റ്ലെസ് ആണ്. തേഴ്സ്റ്റ് ഉള്ളത് അസിറ്റിക് ആസിഡ് ആണ്. ഇപ്പൊ ആസിഡ് വിത്ത് തേഴ്സ്റ്റ് അസിറ്റിക് ആസിഡ് ആണ്. ഈ അസറ്റിക് ആസിഡിനെയും എപ്പിസിനെയും നോക്കുക. അപ്പൊ അതിന്റെ ജനറൽ ക്യാരക്ടർ അസറ്റിക് ആസിഡ് തേഴ്സ്റ്റി ആണ്, എപ്പിസ് തേഴ്സ്റ്റ്ലെസ് ആണ്. അത് തന്നെയാണ് അതിന്റെ ഡ്രോപ്സിയിലും വരുന്നതെന്ന് ഓർക്കുക. അപ്പൊ അസറ്റിക് ആസിഡിൽ ഡ്രോപ്സി വിത്ത് തേഴ്സ്റ്റ്, എപ്പിസ് വിത്തൗട്ട് തേഴ്സ്റ്റ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ഫീവറിൽ വരും. ഫീവറിൽ അസറ്റിക് ആസിഡിന് തേഴ്സ്റ്റ് ഇല്ല, എപ്പിസിന് തേഴ്സ്റ്റ് ഉണ്ട്. അപ്പൊ ആ 2 കാര്യം ജനറലി ഓർത്തിരിക്കുക. അസറ്റിക് ആസിഡ് തേഴ്സ്റ്റി ആണ്, എപ്പിസ് തേഴ്സ്റ്റ്ലെസ് ആണ്. അത് തന്നെ ആയിരിക്കും അവരുടെ ഡ്രോപ്സിൽ കാണിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവരുടെ ഫീവറിൽ കാണിക്കുന്നത്. അസറ്റിക് ആസിഡ് ഡ്രോപ്സി വിത്ത് തേഴ്സ്റ്റ്, എപ്പിസ് ഡ്രോപ്സി വിത്തൗട്ട് തേഴ്സ്റ്റ്. ഫീവറിൽ അസറ്റിക് ആസിഡിന് തേഴ്സ്റ്റ് ഇല്ല, എപ്പിസ് വിത്ത് തേഴ്സ്റ്റ് ആണ്. ആസിഡ് വിത്ത് തേഴ്സ്റ്റ് അസറ്റിക് ആസിഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തൂജ ഓക്സിഡന്റാലിസ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ഡയേറിയ റിസൾട്ടിങ് ഫ്രം. ഇപ്പൊ തൂജയുടെ GIT കീനോട്ട് ഉണ്ടെങ്കിലോ ഒന്ന് നോക്കിക്കോളുക. അപ്പൊ തൂജയിൽ ഡയറി ഉണ്ടാക്കുന്നത് ഫ്രം കോഫി ഉണ്ട്, ഒണിയൻ ഉണ്ട്, വാക്സിനേഷൻ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്, ഫാറ്റ് ഫുഡ്. ഇത്രയും കോസ് തൂജയ്ക്ക് ഡയറിയയിൽ പറയുന്നുണ്ട്. കോഫി, ഒണിയൻ, വാക്സിനേഷൻ, ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഫാറ്റ് ഫുഡ്. ഇനി തൂജയുടെ ആ ഒരു ഡയറിയുടെ ക്യാരക്ടർ എങ്ങനെയാണ്? ഏർലി മോർണിംഗ് ഡയറിയാണ്. ഗർഗ്ലിംഗ് ആസ് വാട്ടർ ഫ്രം എ ബങ്ക് ഹോൾ, ഒരു ബങ്ക് ഹോളിൽ നിന്ന് പോകുന്ന പോലെയുള്ള ഡയറിയാണ്. ഇത്രയും കോസേറ്റീവ് ഫാക്ടേഴ്സും പറയുന്നുണ്ട്. പിന്നെ തൊട്ട് മുന്നേ നമ്മളൊരു സിംറ്റം പറഞ്ഞു, ആ സംതിങ് എലൈവ് സെൻസേഷൻ തൂജയ്ക്ക് അബ്ഡോമിനിൽ പറയുന്നുണ്ട്. പിന്നീട് തൂജയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. കോൺസ്റ്റിപ്പേഷൻ എങ്ങനെയാണ്? പാർട്ട്ലി റിസീഡ്സും പാർട്ട്ലി എക്സ്പെൽഡും, പകുതി പോയ പോലെയും പകുതി അവിടെ ഇരിക്കുന്ന പോലെയുള്ള സെൻസേഷൻ ആണ് തൂജയ്ക്കുള്ളത്. അപ്പൊ അത് കമ്പാരിസൺ വരുന്ന മെഡിസിൻസ് വേറെ ഉണ്ട്. സാനിക്കുല സയലിഷയ്ക്കൊക്കെ ഇതുപോലെ പാർട്ട്ലി എക്സ്പെൽഡും പാർട്ട്ലി റിസീഡ്സും ആണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് തൂജയുടെ GITയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. കോൺസ്റ്റിപ്പേഷനും ഉണ്ട്, ഡയറി ഉണ്ട്. ഡയറിയുടെ കോസസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. കോൺസ്റ്റിപ്പേഷന്റെ ക്യാരക്ടർ ഓർത്തിരിക്കണം. പാർട്ട്ലി എക്സ്പെൽഡും പാർട്ട്ലി റിസീഡ്സും. അതിൽ സാനിക്കുലിയും സൈലീഷ്യയും കമ്പയർ ചെയ്ത് വരുന്നുണ്ട്. പിന്നീട് നമ്മൾ അബ്ഡോമനിൽ ഒരു എലൈവ് സെൻസേഷൻ, ആസ് ഇഫ് എൻ അനിമൽ വെയർ ക്രൈങ്, മോഷൻ ആസ് ഇഫ് സംതിങ് എലൈവ്, പ്രൊട്രൂഡ്സ് ഹിയർ ആൻഡ് ദർ ലൈക്ക് എൻ ആം ഓഫ് എ ഫീറ്റസ്. അതിൽ കമ്പയർ ചെയ്ത് വന്ന മെഡിസിൻസ് നമ്മൾ പറഞ്ഞു. ക്രോക്കസ്, നക്സ് മൊസ്കേറ്റ, സൾഫർ, തൂജ. 4 പേർക്കാണ് ആ അബ്ഡോമനിൽ എലൈവ് സെൻസേഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അവേർഷൻ ടു ആൽക്കഹോൾ ഈസ് ഫൗണ്ട് ഇൻ. അവേർഷൻ ടു ആൽക്കഹോൾ ഇതിൽ ആർക്കാണെന്നാണ്. അപ്പൊ 4 പേർക്കും അവേർഷൻ ടു ആൽക്കഹോൾ അല്ല. ഈ 4 മെഡിസിനും ആൽക്കഹോൾ ക്രേവിംഗ് ഉള്ള മെഡിസിൻ ആണ്. ഇത്രയാണ് ആൽക്കഹോൾ ക്രേവിംഗ് ഉള്ള മെഡിസിൻസ്. സോറിനം, സിഫിലിനും, ട്യൂബർക്കുലിനും, സൾഫറും സൾഫ്യൂരിക് ആസിഡും, അസാരം ആൻഡ് കൽക്കേരിയാഴ്സ്. ഇത്രയും പേര് ആസിഡ് ക്രേവിംഗ് ഉള്ളവരാണ്, ആൽക്കഹോൾ ക്രേവിംഗ് ഉള്ളവരാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, കോളിക്കി പെയിൻ ഇൻ അബ്ഡമൻ ആഫ്റ്റർ ഈറ്റിംഗ് കുക്കുംബർ. അപ്പോൾ ഈ സിംറ്റം അലിയം സെപ്പയുടേതാണ്, കീനോട്ടിൽ കൊടുത്തിട്ടുള്ള സിംറ്റം ആണ്. കോളിക്കി പെയിൻ ഇൻ അബ്ഡമൻ ആഫ്റ്റർ ഈറ്റിംഗ് കുക്കുംബർ. കുക്കുംബർ കഴിച്ചിട്ട് അബ്ഡമിനൽ പെയിൻ വരുന്നത് അലിയം സെപ്പ. അപ്പോൾ അലിയം സെപ്പയുടെ കോളിക്കിൻ്റെ കാരണങ്ങൾ ഫീറ്റ് വെറ്റ് ആകാം, ഓവർ ഈറ്റിംഗ് കാരണം വരാം, കുക്കുംബർ കാരണം വരാം, ആൻഡ് സാലഡ് കാരണം വരാം. ദെൻ അവരുടെ മൊഡാലിറ്റി നോക്കുക. ഒരു സാധാരണ വരുന്ന പോലെയല്ല. സാധാരണ നമുക്ക് അബ്ഡമിനൽ പെയിൻ വന്നാൽ സിറ്റിംഗ് അമിലോറേഷൻ ആയിട്ടാണ് വരുന്നത്. പക്ഷെ അലിയം സെപ്പ ഓപ്പോസിറ്റ് ആണ്, സിറ്റിംഗ് അഗ്രവേഷനും മൂവിങ് അബൌട്ട് അമിലോറേഷനും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അലിയം സെപ്പയുടെ കോളിക്കിൽ ഫീറ്റ് വെറ്റ്, ഓവർ ഈറ്റിംഗ്, കുക്കുംബർ, സാലഡ് ഇത്രയും കോസ് ആയിട്ട് വരാം. അതുപോലെ മൊഡാലിറ്റിയിൽ അഗ്രവേഷൻ, സിറ്റിങ്ങും അമിലോറേഷൻ, മൂവിങ് അബൌട്ട് ആയിട്ടാണ് വരുന്നത്. നമ്മൾ കുറച്ച് മുന്നേ ചീസ് കാരണം കോളിക്ക് വരുന്നൊരു മെഡിസിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോളോസിന്ത്. കോളോസിന്താണ് ചീസ് കാരണം കോളിക്കുണ്ടാകുന്നത്. കുക്കുംബർ, സാലഡ് ഒക്കെ ആണെങ്കിൽ അലിയം സെപ്പയാണ് മെഡിസിൻ. അടുത്ത ക്വസ്റ്റ്യൻ, സോഫ്റ്റ് സ്റ്റൂളും ഗ്രേറ്റ് സ്ട്രെയിനിങ്ങും. ഇവൻ സോഫ്റ്റ് സ്റ്റൂൾ റിക്വയർസ് ഗ്രേറ്റ് സ്ട്രെയിനിങ് ഈസ് എ സിംറ്റം ഓഫ്. ഇപ്പോൾ കുറച്ച് ആളുകൾ വരുന്നുണ്ട് അതിനകത്ത്. അലുമിന, സൈലീഷ്യ, അനക്കാഡിയം, പൾസാറ്റില, പ്ലാറ്റിന, വെരാട്രം. ഇത്രയും പേരാണ് നമ്മൾ സോഫ്റ്റ് സ്റ്റൂൾ വിത്ത് ഗ്രേറ്റ് സ്ട്രെയിനിങ്ങിൽ വരുന്നത്. അലുമിന, സൈലീഷ്യ. സൈലീഷ്യയുടെ ക്യാരക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു, പാർട്ട്ലി എക്സ്പെൽഡ്, പാർട്ട്ലി റിസീഡ്സ്, അങ്ങനെയാണ് വരുന്നത്. ദെൻ അനക്കാഡിയം, പൾസാറ്റില, പ്ലാറ്റിന, വെരാട്രം. ഇത്രയും പേരാണ് സോഫ്റ്റ് സ്റ്റൂളും പക്ഷേ ഗ്രേറ്റ് സ്ട്രെയിനിങ്ങും വേണ്ടി വരുന്നത്. അതിൽ അലുമിന നോക്കുക. അലുമിന നമുക്കറിയാം ബോട്ടിൽ ഫെഡ് ബേബീസിന് വരുന്ന കോൺസ്റ്റിപ്പേഷന് വേണ്ടിയിട്ടൊക്കെയാണ്, ഓൾഡ് ഏജിൻ്റെ ഒക്കെ കോൺസ്റ്റിപ്പേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പം അതിൽ ലാർജ് അക്യുമുലേഷൻ വരുന്ന വരെ നോ ഡിസയർ, അതാണ് അലുമിനയുടെ ഒരു ക്യാരക്ടർ പറയുന്നത്. പിന്നെ ഗ്രേറ്റ് സ്ട്രെയിനിങ്ങും വേണം. ക്ലേ അഡ്ഹറിങ് ആയിട്ടുള്ള സ്റ്റൂളായിരിക്കും അലുമിനയ്ക്ക് വരുന്നത്. അപ്പോൾ അലുമിനെ നമ്മൾ പറയുന്നത് അക്വണൈറ്റ് ഓഫ് ക്രോണിക് ഡിസീസ് എന്നാണ്. ക്രോണിക് കണ്ടീഷൻസിനാണ് കൊടുക്കുന്നത് അക്വണൈറ്റ് ഓഫ് ക്രോണിക് ഡിസീസ്. ഇനി അക്വണൈറ്റ് അക്യൂട്ട് ആകുമ്പോൾ ക്രോണിക് സൾഫർ. അക്വണൈറ്റും സൾഫറും തമ്മിൽ അക്യൂട്ട് ക്രോണിക് റിലേഷനാണ്. അക്യൂട്ട് അക്വണൈറ്റും ക്രോണിക് സൾഫറുമാണ് വരുന്നത്. അപ്പോൾ ഇതൊന്നുകൂടെ നോക്കിക്കോളാം. സോഫ്റ്റ് സ്റ്റോൾ വിത്ത് ഗ്രേറ്റ് സ്ട്രെയിനിങ് വരുന്നത് അലുമിന, സൈലീഷ്യ, അനാക്കാഡിയം, പൾസാറ്റില, പ്ലാറ്റിന ആൻഡ് വെരാട്രം. അതിൽ അക്വണൈറ്റ് ഓഫ് ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത് അലുമിനയാണ്. ദെൻ അലുമിനയുടെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം ആണ് നമ്മൾ പറയുന്നത് ഇൻഡൈജസ്റ്റബിൾ തിങ്സിനോടുള്ള ക്രേവിങ്സ്. അതായത് ക്ലൗസ്, ചാർക്കോൾ, ചോക്ക്, സ്റ്റാർച്ച് അങ്ങനത്തെ ഉള്ള സാധനങ്ങളോടൊക്കെ ഒരു ക്രേവിംഗ് ഉള്ളത് അലുമിനയ്ക്കാണ്. അലുമിന അല്ലാതെ വരുന്നത് കൽക്കേരിയം ഉണ്ട്, സോറിനം ഉണ്ട്, സിസ്റ്റസ് ഉണ്ട്. TPBയിൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇൻഡൈജസ്റ്റബിൾ തിങ്സ്, ക്രേവിംഗ് ഫോർ ഇൻഡൈജസ്റ്റബിൾ തിങ്സിൽ വരാത്ത മെഡിസിൻ കൽക്കേരിയ കാർബാണ്. അപ്പോൾ അലുമിനയുടെ അത്രയും സിംറ്റംസ് ഒന്ന് നോക്കി വിട്ടേക്കുക. ക്രേവിംഗ് ഫോർ ഇൻഡൈജസ്റ്റബിൾ തിങ്സ് ഉണ്ട്, സോഫ്റ്റ് ക്ലേ സ്റ്റൂൾ ഉണ്ട്, അതുപോലെ ഗ്രേറ്റ് സ്ട്രെയിനിങ്ങും. സോഫ്റ്റ് സ്റ്റൂൾ വിത്ത് ഗ്രേറ്റ് സ്ട്രെയിനിങ് ആണ്. ഇനാക്ടിവിറ്റി ഓഫ് റെക്ടം പറയുന്നുണ്ട്. മാം ഒരു ഡൗട്ട്, അത് സിക്യൂട്ടി ആണോ സിസ്റ്റസ് ആണോ? സോറി സിക്യൂട്ടി ആണ് കേട്ടോ, തെറ്റിപ്പോയതാണ്, സിക്യൂട്ടി ആണ്. ഇത് ശ്രദ്ധിച്ചോളെ. ക്രേവിംഗ് ഫോർ ഇൻഡൈജസ്റ്റബിൾ തിങ്സിൽ അലുമിന, കൽക്കേരിയ, സോറിനം, സിക്യൂട്ടി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്ട്രാ ഓർഡിനറി ക്രേവിംഗ് ഫോർ ആപ്പിൾ ഫൗണ്ടിൻ. സോ ക്രേവിംഗ് ഫോർ ആപ്പിൾ വരുന്നത് ആൻറ്റിംടാർട്ട് അലോസ്. പിന്നെ ആസിഡ്സും പിക്കിൾസും ആണെങ്കിൽ ആൻറ്റിം ക്രൂഡ്. മിൽക്ക് വരുന്നത് റെസ്റ്റോക്സ് എപ്പിസ്. ആൻഡ് സോൾട്ട് നാട്രമ്യൂർ, കൽക്കേരിയ, കോസ്റ്റിക്കം. ഒന്നുകൂടെ നോക്കുക. ആപ്പിൾ ആണെങ്കിൽ ആൻറ്റിംടാർട്ട് അലോസ്, ആസിഡ്സും പിക്കിൾസും ആണെങ്കിൽ ആൻറ്റിം ക്രൂഡ്, മിൽക്ക് ആണെങ്കിൽ റെസ്റ്റോക്സ് എപ്പിസ്, സോൾട്ട് ആണെങ്കിൽ നാട്രമ്യൂർ, കൽക്കേരിയ, കോസ്റ്റിക്കം. ഇത്ര ആളുകളാണ് വരുന്നത്. അപ്പോൾ അവേർഷൻ, മിൽക്ക് അവേർഷൻ ആണെങ്കിൽ നാട്രം കാർബും സെപ്പിയയും എത്തൂസയാണ്. നാട്രം കാർബ്, സെപ്പിയ, എത്തൂസ.
ഇവിടെ ആൻസർ വരുന്നത് അലോസും ആൻറ്റും ടാർട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വോമിറ്റിംഗ് ഇൻ എനി പൊസിഷൻ എക്സെപ്റ്റ് ലൈങ് ഓൺ റൈറ്റ് സൈഡ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. നൺ ഓഫ് ദി എബോ ആണ് ആൻസർ വരുന്നത്. മെഡിസിൻ ഏതാന്ന് ആർക്കെങ്കിലും പറയാമോ? സ്ട്രമോൺ. ആന്റിടാർട്ട്. ആൻറ്റും ടാർട്ടാണ് ആൻസർ വരുന്നത്. വോമിറ്റിംഗ് ഇൻ എനി പൊസിഷൻ എക്സെപ്റ്റ് ലൈങ് ഓൺ റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡ് അമിലോറേഷൻ ആണ് വരുന്നത്. ബാക്കി ഏത് പൊസിഷനിൽ കിടന്നാലും വോമിറ്റിംഗ് ഉണ്ടാകുന്നത് ആൻറ്റും ടാർട്ട്. ആൻറ്റും ടാർട്ടിനെ തൊട്ട് മുന്നേ നമ്മളൊരു സിംറ്റം പറഞ്ഞത് ക്രേവിംഗ് ഫോർ ആപ്പിൾ. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ആൻറ്റും ടാർട്ടിന്റെ റിലേഷൻ ഒന്ന് നോക്കുക. റിലേഷനിൽ ബാഡ് എഫക്റ്റ് ഓഫ് വാക്സിനേഷൻ വെൻ തൂജ ഫെയിൽസ് ആൻഡ് സൈലീഷ്യ ഇസ് നോട്ട് ഇൻഡിക്കേറ്റഡ്. ബാഡ് എഫക്റ്റ് ഓഫ് വാക്സിനേഷൻ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ, മിസേറി അല്ല, ഇത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു സിംറ്റം ആണ്. ആൻറ്റും ടാർട്ട് തന്നെയാണ് കേട്ടോ. ബാഡ് എഫക്റ്റ് ഓഫ് വാക്സിനേഷൻ വെൻ തൂജ ഫെയിൽസ് ആൻഡ് സൈലീഷ്യ നോട്ട് ഇൻഡിക്കേറ്റഡ്. തൂജയും സൈലീഷ്യം പറ്റിയില്ലെങ്കിൽ ആൻറ്റും ടാർട്ട് കൊടുക്കാന്നാണ് പറയുന്നത്. ആൻറ്റും ടാർട്ടിന്റെ റിലേഷൻഷിപ്പിലുള്ള സിംറ്റം ആണ് കേട്ടോ. നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. ആൻറ്റും ടാർട്ടിനെ പറ്റിയിട്ട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ക്രേവിംഗ് ഫോർ ആപ്പിൾ പറഞ്ഞു, അതുപോലെ നമ്മൾ വോമിറ്റിംഗ് ഇൻ എനി പൊസിഷൻ എക്സെപ്റ്റ് ലൈങ് ഓൺ റൈറ്റ് സൈഡ്, ദെൻ സൈലീഷ്യ സൂചി ബാഡ് എഫക്റ്റ് ഓഫ് വാക്സിനേഷൻ പറ്റിയില്ലെങ്കിൽ ആൻറ്റും ടാർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ദെൻ അതുപോലെ ആൻറ്റും ടാർട്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ഇറസിസ്റ്റബിൾ ഇൻക്ലിനേഷൻ ടു സ്ലീപ്പിനെസ്. അപ്പോൾ നമ്മൾ സ്ലീപ്പിനെസ്സിനകത്ത് ഡോക്ടർ സൗണ്ട് കേൾക്കണില്ല. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. ചെറുതായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സാർ, ഇപ്പൊ ആൻറ്റും ടാർട്ടിന്റെ സിംറ്റംസ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞ വോമിറ്റിംഗ് ഇൻ എനി പൊസിഷൻ എക്സെപ്റ്റ് ലൈങ് ഓൺ റൈറ്റ് സൈഡ്, അതുപോലെ ക്രേവിംഗ് ഫോർ ആപ്പിൾ നമ്മൾ പറഞ്ഞു. പിന്നെ തൂജയും സൈലീഷ്യം ബാഡ് എഫക്റ്റ് ഓഫ് വാക്സിനേഷനിൽ എഫക്ട് ചെയ്തില്ലെങ്കിൽ ആൻറ്റും ടാർട്ടാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ആൻറ്റും ടാർട്ടിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സിംറ്റം ആണ് ഇറസിസ്റ്റബിൾ ഇൻക്ലിനേഷൻ ടു സ്ലീപ്പിനെസ്. അപ്പോൾ ട്രയോ സ്ലീപ്പിനെസിന്റെ ഒരു മെഡിസിൻ ആണ് ആൻറ്റും ടാർട്ട്. പിന്നെ ഒന്ന് നക്സ് മൊസ്കിറ്റ, മറ്റൊന്ന് ഓപ്പിയം. ഇറസിസ്റ്റബിൾ ഇൻക്ലിനേഷൻ ടു സ്ലീപ്പ്. ആൻറ്റും ടാർട്ടിന്റെ ഏകദേശം സിംറ്റംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് നമുക്ക് എക്സ്പെക്ട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത കഫ്. ദർ അപ്പിയേഴ്സ് ലാർജ് കറക്ഷൻ ഓഫ് മ്യൂക്കസ്, പക്ഷേ അത് എക്സ്പെക്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സിംറ്റം ആൻറ്റും ടാർട്ടിൻ്റെതാണ്. ട്രയോ സ്ലീപ്പിനെസ്സിൽ ആൻറ്റും ടാർട്ട്, നക്സ് മൊസ്കിറ്റ ആൻഡ് ഓപ്പിയം. ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയാമോ? ക്രേവിംഗ് ഫോർ മിൽക്ക് ഈസ് ഫൗണ്ട് ഇൻ. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസ്റ്റോക്സ് സെബാഡില്ല. ഇതും നാമിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിനകത്ത് ശരിക്കും റെസ്റ്റോക്സ് ആൻഡ് എപ്പിസ് ആണ് മിൽക്ക് ക്രേവിംഗ് ആയിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് നോക്കുക, കൂടെ തന്നിരിക്കുന്ന റെസ്റ്റോക്സിന്റെ കൂടെയുള്ള എത്തുസയ്ക്ക് അവേർഷൻ ആണ്, നാട്രിയം കാർബിന് അവേർഷൻ ആണ് വരുന്നത്. അപ്പൊ മോസ്റ്റ് പ്രോബബിൾ വെച്ച് റെസ്റ്റോക്സ് സബാഡില്ല എടുക്കാം. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും കൂടെ മെറ്റീരിയൽ പഠിക്കുക ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മെഡിസിനും അതിൻ്റെ കോമൺ നെയിമും തന്നിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയുന്നത് ഹെലിബോറസ്, ക്രിസ്മസ് റോസ്, ആൻഡ് കോളോഫില്ലം ബ്ലൂ കൊഹോഷ്, ആക്ടിയ റെസിമോസ ബ്ലാക്ക് കൊഹോഷ്, സാനിക്കുല മിനറൽ സ്പ്രിംഗ് വാട്ടർ. ബ്ലൂ കൊഹോഷ് കോളോഫില്ലം, ബ്ലാക്ക് കൊഹോഷ് ആണെങ്കിൽ ആക്ടിയ റെസിമോസ, ക്രിസ്മസ് റോസ് ഇസ് ഹെലിബോറസ്. വേറൊരു റോസും കൂടെ നമുക്കുള്ളത് സ്നോ റോസ് ആണ്, അത് റോഡോഡെൻഡ്രോൺ ആണ്. ക്രിസ്മസ് റോസ് ഹെലിബോറസ്, സ്നോ റോസ് റോഡോഡെൻഡ്രോൺ. ദെൻ ഹെലിബോറസിന് വേറൊരു കോമൺ നെയിമും കൂടി ഉണ്ട്, ബ്ലാക്ക് ഹെലിബോർ.
വൈറ്റ് ഹെലിബോർ എന്ന് പറയുന്നത് വെരേട്രം ആൽബം ആണ്. അമേരിക്കൻ വൈറ്റ് ഹെലിബോർ ആണ് വെരേട്രം വിറിഡെ. അപ്പോൾ ബ്ലൂ കോഹോസ് കോളോഫിലം, ബ്ലാക്ക് കോഹോസ് ആക്ടിറസിമോസ, ക്രിസ്മസ് റോസിസ് ഹെലിബോറസ്, സ്നോ റോസിസ് റോഡോഡെൻഡ്രോൺ. ബ്ലാക്ക് ഹെലിബോറിസ് ഹെലിബോറസ് തന്നെയാണ്. വൈറ്റ് ഹെലിബോർ വെരേട്രം ആൽബം, അമേരിക്കൻ വൈറ്റ് ഹെലിബോർ വെരേട്രം വിറിഡെ. അടുത്ത ക്വസ്റ്റ്യൻ, അട്രോഫി ഓഫ് മസിൽസ് ഫ്രം സ്പൈനൽ സ്ക്ലീറോസിസ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ. ആൻസർ പ്ലംബമെറ്റ് ആണ്. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ പ്ലംബമെറ്റ് ഒന്ന് നോക്കിക്കോളാം. പ്ലംബമെറ്റിന്റെ ഫിസിക്കൽ ജേർണൽസിനകത്ത് സിംറ്റം പറഞ്ഞിട്ടുണ്ട്. മസ്കുലർ അട്രോഫി ഫ്രം സ്ക്ലീറോസിസ് ഓഫ് സ്പൈനൽ സിസ്റ്റം. ചൈൽഡിഷ് ബിഹേവിയർ കാണിക്കുന്ന മെഡിസിൻസ് ഏതൊക്കെയാണെന്നാണ് ആൻസർ. ബറൈറ്റകാർബും കൽക്കേറി കാർബും ആണ് ചൈൽഡിഷ് ബിഹേവിയർ ഉള്ള മെഡിസിൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, കാർഫോളജിയ ഈസ് ഫൗണ്ട് ഇൻ. കാർഫോളജി എന്ന് പറയുന്നത് നമ്മൾ ബെഡ് ക്ലോത്ത്, നമ്മൾ ഇട്ടിരിക്കുന്ന ക്ലോത്ത് ഒക്കെ ഇങ്ങനെ പിടിച്ച് കീറുന്നതിനാണ് ഈ കാർഫോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് ഹയോസയമസ് ആണ്. ദെൻ വേറൊരു സാധനമുണ്ട്, കോപ്രോഫേജിയ. കോപ്രോഫേജിയ മീൻസ് സ്റ്റൂള് കഴിക്കുന്നതാണ് ഈ കോപ്രോഫേജിയ എന്ന് പറയുന്നത്. അത് കാണിക്കുന്നത് വെരൈട്രം ആൽബമാണ്. രണ്ടുകൂടെ തിരിഞ്ഞ പോലെ കാർഫോളജിയ കോപ്രോഫേജിയാണ്. കാർഫോളജിയ ഹയോസ്, കോപ്രോഫേജിയ വെരൈട്രം ആൽബം. സെക്കൻഡ് വൺ ഒന്നും കൂടി പറയാം മാഡം. ഏതാ കോപ്രോഫേജിയ? അതാണോ? കേൾക്കുന്നില്ല, ഇപ്പൊ സൗണ്ട് കുറഞ്ഞു പോയി. ഡോക്ടറെ ഇടയ്ക്ക് സൗണ്ട് ഒന്ന് കുറയുന്നുണ്ട് കേട്ടോ. ഹെഡ്സെറ്റ് വെച്ചിട്ടാണോ? ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് സാർ. സൗണ്ട് പോകുന്നുണ്ട് ഇവിടെ, അല്ലെങ്കിൽ നല്ല ക്ലിയർ ആണ്. ഇടയ്ക്ക് പക്ഷെ ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് സൗണ്ട്. ബ്രേക്ക് അല്ല. സാർ നോക്കാം. ഹെഡ്സെറ്റ് വലിയുന്നതിന്റെ തോന്നുന്നു. അപ്പോൾ കോപ്രോഫേജിയ എന്ന് പറയുന്നത് നമ്മൾ ഫീസസ് കഴിക്കുന്നതാണ് കോപ്രോഫേജിയ എന്ന് പറയുന്നത്. അത് വെരേട്രം ആൽബിനകത്താണ് വരുന്നത്. കാർഫോളജി മീൻസ് ബെഡ് ക്ലോത്ത് അല്ലെങ്കിൽ നമ്മൾ പേഷ്യന്റ് ഇട്ടിരിക്കുന്ന ക്ലോത്ത് ഒക്കെ വലിച്ചേറുന്നതാണ് കാർഫോളജി എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ കാർഫോളജി ആണ്. ആൻസർ ഇസ് ഹയോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടുബാക്കോ ചൂയിങ്ങിന്റെ കുറച്ച് ബാഡ് എഫക്റ്റും അതിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിനുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ടബാക്കത്തിന്റെ റിലേഷൻഷിപ്പ്, ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടബാക്കത്തിന്റെ റിലേഷൻഷിപ്പ് ഒന്ന് നോക്കിക്കോളാം. അപ്പൊ അതിൽ ടുബാക്കോ കഴിച്ചിട്ട് വരുന്ന കുറച്ച് കണ്ടീഷൻസിലും അതിന് ഏതൊക്കെ മെഡിസിൻസ് കൊടുക്കാമെന്നും പറയുന്നുണ്ട്. ഫസ്റ്റ്, നോസിയ ആൻഡ് വോമിറ്റിംഗ് ആണെങ്കിൽ ഇപ്പിക്കാക്ക് നമ്മൾ അതിന് തന്നെയാണ് സാധാരണ കൊടുക്കാറുള്ളത്. അപ്പോൾ ടുബാക്കോ കഴിച്ചിട്ട് വരുന്ന നോസിയ ആൻഡ് വോമിറ്റിംഗ് ആണെങ്കിൽ ഇപ്പിക്കാക്ക് തന്നെയാണ്. ഇനി ബാഡ് എഫക്റ്റ് ഓഫ് ചൂയിങ് ആണെങ്കിൽ ആഴ്സാൽബ്. ദെൻ ഗ്യാസ്ട്രിക് സിംറ്റംസ് ആണെങ്കിൽ നക്സോമിക്ക. ദെൻ ടുബാക്കോ ഹാർട്ട് ആൻഡ് സെക്ഷൽ വീക്ക്നെസ്, ഇതിന് രണ്ടിനും ഫോസ്ഫറസ് ആണ്. ടുബാക്കോ ഹാർട്ട് ആൻഡ് സെക്ഷൽ വീക്ക്നെസ്സിന് ഫോസ്ഫറസ്. ഹിക്കഫ് ഇഗ്നീഷ്യ ആണ്. ടൂത്തേക്കിന് ക്ലമാറ്റിസ് ആൻഡ് പ്ലന്റാഗോ. ടൂത്തേക്കിന്റെ കോമൺ മെഡിസിൻ തന്നെയാണ് ക്ലമാറ്റിസ് ആൻഡ് പ്ലന്റാഗോ. ന്യൂറാൾജിക് അഫെക്ഷൻസ് ആണെങ്കിൽ സെപ്പിയ. ഇമ്പോർട്ടൻസ് ആണെങ്കിൽ ലൈക്കോപോഡിയം. അത് ശ്രദ്ധിക്കണം. സെക്ഷൽ വീക്ക്നെസ് ആണെങ്കിൽ ഫോസ്ഫറസ് ആണ്. ഇമ്പോർട്ടൻസ് ആണെങ്കിൽ ലൈക്കോപോഡിയം ആണ്. ദെൻ ടുബാക്കോ കഴിച്ചിട്ടുള്ള ഹെഡ് ഏക്കിന് ജെൽസീമിയം. അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ ടൂത്തേക്ക് ആകുമ്പോൾ ടുബാക്കോ ടൂത്തേക്കില് ക്ലമാറ്റിസ് എറക്റ്റ. ഇമ്പോർട്ടൻസ് സ്പാസം കോൾഡ് സ്വെറ്റ് ആണെങ്കിൽ ലൈക്കോപോഡിയം. പാൽപിറ്റേഷൻ ടുബാക്കോ ഹാർട്ട്. സെക്ഷൽ വീക്ക്നെസ്സിൽ ഫോസ്ഫറസ്. ന്യൂറാൾജിക് അഫെക്ഷൻസിനകത്ത് സെപ്പിയ. അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ് ഇൻ ദ മോർണിംഗ് ബട്ട് എ ഗ്രേറ്റ് ക്രേവിംഗ് ഫോർ ഫുഡ് അറ്റ് നൂൺ ആൻഡ് നൈറ്റ്. മോർണിംഗിൽ അപ്പിറ്റൈറ്റേ ഇല്ല, പക്ഷെ നൂൺ ആൻഡ് നൈറ്റിൽ ക്രേവിംഗ് ഫോർ ഫുഡ് ഉള്ളത് ഈസ് ഏബിസ് നൈഗ്ര ആണ് കേട്ടോ ആൻസർ വരുന്നത്. കനൈൻ ഹങ്കർ ആണ് പറയുന്നതെങ്കിൽ ഏബിസ് കനാഡൻസിസ് ആണ്.
കനൈൻ ഹങ്കറിൽ ഏബിയസ് കനാഡൻസിസ് ആൻഡ് ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ് ഇൻ മോർണിംഗ് ബട്ട് ഗ്രേറ്റ് ക്രേവിംഗ് ഫോർ നൂണിലും നൈറ്റിലും ആണെന്നുണ്ടെങ്കിൽ ഏബിയസ് നൈഗ്രയാണ് ഇപ്പോൾ ആൻസർ വരുന്നത്. ഏബിയസ് കനാഡൻസിസ് തന്നെയാണ് ക്രേവിംഗ് ഫോർ മീറ്റ്, പിക്കിൾ, റാഡിഷ്, ടർണിപ്പ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ക്രേവിംഗ് പറയുന്നത് ഏബിയസ് കനാഡൻസിസിലാണ്. അതുപോലെ തന്നെ ബുളീമിയയ്ക്കും ഏബിയസ് കനാഡൻസിസ് ആണ്. ഏബിയസ് നൈഗ്രയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് ഒരു ഹാർഡ് ബോയിൽഡ് എഗ് സ്റ്റൊമക്കിന്റെ എൻഡിൽ ഇരിക്കുന്ന പോലത്തെ സെൻസേഷൻ. അത്രയാണ് ഏബിയസ് നൈഗ്രയും ഏബിയസ് കനാഡൻസിസും. ഏബിയസ് നൈഗ്ര ബ്ലാക്ക് സ്പ്രൂസ്, ഏബിയസ് കനാഡൻസിസ് ഹെംലോക്ക് സ്പ്രൂസ്, അങ്ങനെയാണ് കോമൺ നെയിം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെഡിസിൻ ഓഫൺ ക്യൂവേഴ്സ് ലസീവിയസ്നെസ് വെൻ ഹയൂസ് ഫെയിൽസ്? ഹയൂസിന് കഴിഞ്ഞാൽ ലസീവിയസ്നെസ്സിന് കൊടുക്കാൻ പറ്റിയ മെഡിസിൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ സ്ട്രമോണിയാണ് വരുന്നത്. സ്ട്രമോണിയത്തിന്റെ റിലേഷൻഷിപ്പ് ടെക്സ്റ്റിൽ ഒന്ന് നോക്കിക്കോളുക. അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ട്, സോറി ഫോസ്ഫറസ് ആണ് കേട്ടോ ആൻസർ വരുന്നത്. ഫോസ്ഫറസ് ആണ് ആൻസർ. ഫോസ്ഫറസ് ആണ് ലസീവിയസ്നെസ്സിൽ ഹയൂസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ കൊടുക്കുന്നത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിന്റെ വെജിറ്റബിൾ അനലോഗ് എന്ന് പറയുന്നത് അലിയം സെപ്പയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ സോറിനം സൾഫർ ഓർ ബെസ്റ്റ് സെലക്ടഡ് റെമഡി ഫെയിൽസ് ടു റിലീവ് ഓർ പെർമനന്റ്ലി ഇംപ്രൂവ് ഫോളോസ് സോറിനം ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഇൻ ഹേ ഫീവർ, ആസ്മ, ദ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ഈസ്. ഇപ്പൊ സോറിനും സൾഫറും ഫെയിൽ ആകുന്നു അല്ലെ? അതെ, ട്യൂബർക്കുലിനാണ് ആൻസർ. സോറിനത്തിന് ശേഷം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആയിട്ടും കൊടുക്കാവുന്നത് ട്യൂബർക്കുലിനാണ്. ട്യൂബർക്കുലിനത്തിന്റെ റിലേഷൻഷിപ്പ് നോക്കുക. കുറെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ. ഫസ്റ്റ് പറഞ്ഞ ഇതാണ്, നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ്. സോറിനോ സൾഫർ അങ്ങനെ ബെസ്റ്റ് സെലക്ടഡ് റെമഡി ഫെയിൽ ആകുമ്പോൾ ട്യൂബർക്കുലിനും കൊടുക്കുക. അതുപോലെ തന്നെ ഹേ ഫീവറിലൊക്കെ സോറിനത്തിന് ശേഷം കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടും ട്യൂബർക്കുലിനും കൊടുക്കാം. ദെൻ ട്യൂബർക്കുലർ ഡിസീസിന്റെ കേസിൽ അക്യൂട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ബെലഡോണ ഫോർ അക്യൂട്ട് അറ്റാക്ക്, കൺജസ്റ്റീവ് ഓർ ഇൻഫ്ലമേറ്ററി ഒക്കറിങ് ഇൻ ട്യൂബർക്കുലർ ഡിസീസ്. പിന്നീട് നമ്മൾ ട്യൂബർക്കുലിനും കൊടുത്തിട്ട് മെലിഞ്ഞു പോയ പേഷ്യൻസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹൈഡ്രാസ്റ്റിസ് ടു ഫാറ്റൻ പേഷ്യൻസ് ക്യൂർഡ് വിത്ത് ട്യൂബർക്കുലിനം. അപ്പം ആ 3 സിംറ്റംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ വെജിറ്റബിൾ അനലോഗിന് മാച്ച് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ ഈസ് പ്ലംബമെറ്റ്. പ്ലംബമെറ്റിന്റെ വെജിറ്റബിൾ അനലോഗ് ഈസ് പോഡോഫൈലം. ആൻഡ് ഫോസ്ഫറസിന്റെ വെജിറ്റബിൾ അനലോഗ് നമ്മളിപ്പോൾ പറഞ്ഞു, അലിയം സെപ്പയാണ് ഫോസ്ഫറസിന്റെ വെജിറ്റബിൾ അനലോഗ്. ദെൻ മെർക്കൂറിയസിന്റെ വെജിറ്റബിൾ അനലോഗ് ആയിട്ട് വരുന്നത് മിസീറിയം ആണ്. കുപ്രംബെറ്റിൻ്റെത് ഇപ്പിക്കാക്ക്. സോ പ്ലംബമെറ്റ് പോഡോഫിലം, കുപ്രംബെറ്റ് ഇപ്പിക്കാക്ക്. ഫോസ്ഫറസ് ഇസ് അലിയം സെപ്പ, മെർക്കൂറിയസ് ഇസ് മിസീറിയം. കുറച്ചു മുന്നേ നമ്മൾ മാക്ഫോസിന്റെ വെജിറ്റബിൾ അനലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചമോമില്ലയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെഡിസിൻ ക്യാൻ ബി തോട്ട് ഓഫ് ആഫ്റ്റർ ഓവർ ആക്ഷൻ ഫ്രം റിപ്പീറ്റഡ് ഡോസസ് ഓഫ് ബെലഡോണ ഇൻ വൂപ്പിംഗ് കഫ്? വൂപ്പിംഗ് കഫിൽ ബെലഡോണയുടെ ഓവർ ആക്ഷന് കൊടുക്കാൻ പറ്റിയത്, ബെലഡോണ കൊടുത്ത് വഷളായ കേസിൽ കൊടുക്കാൻ പറ്റിയ മെഡിസിൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ അവിടെ ആൻസർ സ്ട്രമോണിയാണ് ആൻസർ വരുന്നത്. അപ്പോൾ സ്ട്രമോണിയത്തിന്റെ റിലേഷൻഷിപ്പിലാണ് പറഞ്ഞിട്ടുള്ളത്, ആഫ്റ്റർ ഓവർ ആക്ഷൻ ഫ്രം റിപ്പീറ്റഡ് ഡോസസ് ഓഫ് ബെലഡോണ ഇൻ വൂപ്പിംഗ് കഫ്. ഇനി റിലേഷൻഷിപ്പിനകത്ത് വേറെ സിംറ്റം കൂടെ പറയുന്നുണ്ട്, അതായത് റീറ്റെയിൻഡ് പ്ലാസന്റെ കാരണം ഉണ്ടാകുന്ന മെട്രേജിയ, അതിൻ്റെ കൂടെ ഡെലീറിയം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ
നമുക്ക് സ്ട്രമോണിയം ആക്ട് ചെയ്തില്ലെങ്കിൽ സിക്കയിലാണ് അടുത്ത മെഡിസിൻ പറയുന്നത്. ഇൻ മെട്രേജിയ ഫ്രം റീറ്റെയിൻഡ് പ്ലാസൻഡ വിത്ത് ക്യാരക്ടറിസ്റ്റിക് ഡെലീരിയം സിക്കയിൽ ഓഫൺ ആക്ട് പ്രോംലി വെൻ സ്ട്രമോണിയ ഹാസ് ഫെയിൽഡ്. ഇനി അതൊരു സെപ്റ്റിക് ടെൻഡൻസിയിലോട്ട് പോവുകയാണെങ്കിൽ പൈറോജൻ, അതായത് റീറ്റെയിൻഡ് പ്ലാസൻഡയിൽ മെട്രേജിയയിൽ നമ്മൾ സ്ട്രമോണിയം കൊടുത്തു, മാറിയില്ലെന്നുണ്ടെങ്കിൽ സിക്കയിൽ, സെപ്റ്റിക് ടെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ പൈറോജൻ. അങ്ങനെ 2 മെഡിസിൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, തേഴ്സ്റ്റ് ലിറ്റിൽ ആൻഡ് ഓഫൺ ഈസ് പ്രസന്റ് ഇൻ ഫോളോയിങ് മെഡിസിൻസ് എക്സെപ്റ്റ്. അതായത് തേഴ്സ്റ്റ് ലിറ്റിൽ ആൻഡ് ഓഫൺ ഇല്ലാത്ത മെഡിസിൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ലൈക്കോപോഡിയാണ് കേട്ടോ ആൻസർ. ലൈക്കോപോഡിയാണ് ആൻസർ വരുന്നത്. തേഴ്സ്റ്റ് ലിറ്റിൽ ആൻഡ് ഓഫൺ. സാനിക്കുലയിൽ സിംറ്റം പറയുന്നുണ്ട്. സാനിക്കുലയുടെ ബ്രാക്കറ്റിൽ ആഴ്സ് ഫോസ്ഫറസ്. തേഴ്സ്റ്റ് ലിറ്റിൽ ആൻഡ് ഓഫൺ. അടുത്തത്, വൺ ഓഫ് ദ ഫോളോയിങ് ബവൽ നോസോഡ് ഹാസ് അഗ്രവേഷൻ 4 to 8 PM. അതിൽ മോർഗൻ ഗാർട്ട്നർ ആണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യമായിട്ട് അറിയത്തില്ല, ഈ മോർഗൻ ഗാർട്ട്നർ മെഡിസിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചൈൽഡ് വോമിറ്റ്സ് കഡിൽഡ് മിൽക്ക് ഇൻ ലാർജ് ലംബ്, ദ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ. കുഞ്ഞുങ്ങൾ ഈ മിൽക്ക് ഒമിറ്റ് ചെയ്യുന്നതിനുള്ള മെഡിസിൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് എത്തൂസേം വലേറിയാനയാണ് വരുന്നത്. വലേറിയാനയിൽ പറയുന്നുണ്ട് ഈ കഡിൽഡ് മിൽക്കായിട്ട് ചൈൽഡ് ഒമിറ്റ് ചെയ്ത് പോകുന്ന, പാല് ഒമിറ്റ് ചെയ്ത് പോകുന്നത് ഈ എത്തൂസ ആൻഡ് വലേറിയാന. എത്തൂസയ്ക്ക് നമുക്കറിയാം മിൽക്ക് ഏത് ഫോമിലും ഡൈജസ്റ്റ് ചെയ്യാത്ത ഒരാളാണ് എത്തൂസ എന്ന് പറയുന്നത്. ഹലോ ഡോക്ടർ, നേരത്തെ മോർഗൻ ഗാർട്ട്നർ പറഞ്ഞിട്ടില്ലേ, അത് ലൈക്കോപോഡിയാണ് അതിന്റെ റിസംബിൾസ് റെമഡി, അതുകൊണ്ട് അങ്ങനെ മൊഡാലിറ്റി വന്നത്. ഓക്കെ ഡോക്ടർ. മോർഗൻ ഗാർട്ട്നറിന്റെ ലൈക്കോപോഡിയം പോലെയാണ് മൊഡാലിറ്റി വരുന്നതെന്നാണ് അല്ലേ? അല്ല, റിസംബ്ലിംഗ് മെഡിസിൻ നമ്മളെ പോളിക്രസ്റ്റിൽ വരുന്നത് ലൈക്കോ ആണ്. അതിന്റെ സിമിലർ മൊഡാലിറ്റി ആണ് അഗ്രിവേഷൻ 4 to 8 PM. ഓക്കെ. ഈ നോട്ടിലുണ്ട്. ലൈക്കോപോഡിയത്തിലോ? അല്ല, ബവൽ നോസോട്സ് സെപ്പറേറ്റ്. ബവൽ നോസാണ്. ഓക്കെ ഓക്കെ. ഓക്കെ. ഓക്കെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, ചൈൽഡ് വോമിറ്റ്സ് കഡിൽഡ് മിൽക്ക് ഇൻ ലാർജ് ലംബ്. കുഞ്ഞ് പാല് വോമിറ്റ് ചെയ്യുന്നതിൻ്റെ മെഡിസിൻസ് എന്ന് പറയുന്നത് എത്തൂസയും വലേറിയാന ഒഫിസിനാലിസും ആണ്. ഈ ഒരു മാക്പോസും മാക്കാർബും ഉണ്ട്. അവരെ സംബന്ധിച്ചിട്ട് ഇത് കണക്ക് മിൽക്ക് അൺഡൈജസ്റ്റബിൾ ആണ്, പക്ഷെ അവർക്ക് സ്റ്റൂളിലൂടെയാണ് പോകുന്നത്, ഡയറി ആയിട്ടായിരിക്കും പോകുന്നത്. മാക്കാർബിനും മാക്മ്യൂറിനും സ്റ്റൂളിലൂടെ ആയിരിക്കും അൺഡൈജസ്റ്റഡ് ആയിട്ട്, വോമിറ്റ് ചെയ്തും പോകും, സ്റ്റൂളിലൂടെയാണ് എന്നാലും മെയിൻ ആയിട്ടും പോകുന്നത്, അൺഡൈജസ്റ്റഡ് മിൽക്ക് പോകുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് മെഡിസിൻ ഓഫൺ റീപ്ലേസസ് ദ യൂസ് ഓഫ് കത്തീറ്റർ? ആൻസർ പറയാമോ? ആണ് ആൻസർ. നമ്മളെ ത്ലസ്പിയുടെ സിംറ്റം ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ റീപ്ലേസസ് ദ യൂസ് ഓഫ് കത്തീറ്റർ എന്നും പറഞ്ഞിട്ട് അതിനകത്ത് സിംറ്റം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹോമിയോപ്പതിക് കത്തീറ്റർ ഏതാണ്? സെബാൽസെറലേറ്റ ആണ് ആൻസർ. സെബാൽസെറലേറ്റ. ഓഫൺ റീപ്ലേസസ് ദ യൂസ് ഓഫ് കത്തീറ്റർ എന്ന് ചോദിച്ചാൽ തളപ്സി ബർസയാണ് വരുന്നത്. തിരിച്ച് ഹോമിയോപ്പതിക് കത്തീറ്റർ ആണെങ്കിൽ സെബാൽസെറലേറ്റ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്ന് പറയാനായിട്ട്. മാഡം ലാസ്റ്റ് പറഞ്ഞതൊന്ന് റിപ്പീറ്റ് ചെയ്യോ? ഹോമിയോപ്പതി കത്തീറ്റർ, സെബൽസെറലേറ്റ്, അതിന് മുന്നെന്താ പറഞ്ഞേ?
റീപ്ലേസസ് ദ യൂസ് ഓഫ് കത്തീഡ്ര. അതൊരു സിംറ്റം ആയിട്ടാണ് ഓഫൺ പറയുന്നത്. റീപ്ലേസസ് ദ യൂസ് ഓഫ് കത്തീറ്റർ. ഓഫൺ റീപ്ലേസസ് ദ യൂസ് ഓഫ് കത്തീറ്റർ. ആഫ്റ്റർ കത്തീഡ്രൈസേഷനില് മാക്രോസ് വരുന്നുണ്ടല്ലോ അല്ലെ? ആഫ്റ്റർ കത്തീഡ്രൈസേഷന്റെ ഇൻകോണ്ടിനൻസിലല്ലേ? എന്യൂറസിസ് എന്യൂറോസിസിനകത്ത് മാക്ഫോസിൽ. മെഡിക്കാൻ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഡൗട്ട്സോ ഡിസ്കഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആകാം. ഇന്ന് നമ്മുടെ യൂഷ്വൽ ടൈമിൽ, അതായത് 9 മണി തൊട്ടുള്ള സമയത്ത് നമ്മൾ ടെലഗ്രാമിൽ MCQs ചെയ്യുന്നുണ്ടാകും. മെറ്റാമഡിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നോക്കി സെലക്ട് ചെയ്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും 9 മണി തൊട്ട് രാത്രി 12 മണി വരെ 3 മണിക്കൂർ വലിയ ബ്രേക്ക് ഇല്ലാതെ, ചെറിയ ബ്രേക്ക് ചിലപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റോ ബ്രേക്ക് വരും, അങ്ങനെ വരാതെ നമ്മൾ MCQ ചെയ്യുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിലുള്ളവർ, ടെലഗ്രാം ലിങ്കിൽ കയറുന്നവർ അത് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, മെറ്റാമഡിക്ക് നമുക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുക, പിന്നെ ടെലഗ്രാമിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മെറ്റാമഡിക്കയുടെ കാര്യത്തിൽ പ്രത്യേക ഒരു ശ്രദ്ധ വേണം. 20 മാർക്ക് അതിനകത്തുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിന്റെ നെയിം എന്താ ചാനലിന്റെ? സക്സസ് ഹോമിയോപ്പതി എന്നാണ്. പക്ഷെ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടില്ല. കാര്യം പബ്ലിക് ഗ്രൂപ്പ് ആക്കിയിട്ടില്ല. നമ്മൾ പ്രൈവറ്റ് ഗ്രൂപ്പാണ്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് തരും. ലിങ്കിൽ കൂടെ കയറാൻ പറ്റത്തുള്ളൂ. മറ്റേ ഹോമിയോ മന്ത്രയൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അത് പബ്ലിക് ആക്കാനാണ്. നമ്മൾ പബ്ലിക് ആക്കിയിട്ടില്ല. നമ്മൾ പ്രൈവറ്റ് ഗ്രൂപ്പായിട്ട്, അതായത് ക്ലോസ്ഡ് ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു, പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, ഇനിയും ഇടാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും, 1100 മെമ്പേഴ്സ് ഉണ്ട്, അവരാരെങ്കിലും ആർക്ക് വേണമെങ്കിൽ നിങ്ങളെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമുക്ക് ആർക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ പബ്ലിക് ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പിന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ മറ്റ് നോർത്ത് ഇന്ത്യൻസും എല്ലാം കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുമെന്നുള്ളതുകൊണ്ട് നമ്മളത് പ്രൈവറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. 1100 മെമ്പേഴ്സ്, മിക്കവാറും എല്ലാവരും കേരളൈറ്റ്സ് തന്നെയാണ്. കഴിഞ്ഞ സക്സസിന്റെ കഴിഞ്ഞ PSC എക്സാമിന് തുടങ്ങിയതാണ്. അന്നേ ഉണ്ട് 1000 മെമ്പേഴ്സ്. ഇപ്പം ഈ നാമിന്റെ ഇതായിട്ട് ബന്ധപ്പെട്ട് ഒരു 100 പേർക്കടുത്ത് വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഗ്രൂപ്പ് ഒന്നുകൂടെ ഇടാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ജോയിൻ ചെയ്യിക്കും പറയാം. കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ്, കഴിഞ്ഞ സൺഡേ നമ്മൾ ഏതാണ്ട് ഒരു 12 മണിക്കൂർ ചെയ്തിരുന്നു. രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും നൈറ്റ് വരെയും ചെയ്തിരുന്നു. എല്ലാ ദിവസവും ഒരു ഫിക്സഡ് ടൈം പറയാറില്ലെങ്കിലും നമ്മൾ രാത്രിയിൽ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ 12 മണി വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നലെയും 12 മണി വരെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. വെളിയിൽ കിടന്ന് മാത്രം എടുത്താ വെളിയിലായിട്ട് ചെയ്യുന്നത്. അപ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ അവസാനിപ്പിക്കുക. നാളെ രാജേശ്വരി ഡോക്ടറെ നാളെ ഹലോ സർ. പറഞ്ഞോ ആശ ഡോക്ടറെ പറഞ്ഞോ. സാറേ, ഞാൻ ഇപ്പം 2-3 പേര് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു, ഇപ്പം PPT ഡൗൺലോഡ് ആവാൻ പറ്റാത്ത ഒരു ഈ സ്ലൈഡ് ഒക്കെ ഡൗൺലോഡ് ആവാൻ പറ്റുന്നില്ല. അപ്പം എക്സ്ട്രാ പോയിന്റ്സ് പറയുന്നുണ്ടെങ്കിൽ അത് നോട്ട്സ് ആയിട്ടൊന്ന് ഇടാവോന്ന് ക്ലാസ് എടുക്കുന്നവരെ. PPTയിൽ ഇല്ലാത്ത എക്സ്ട്രാ പോയിന്റ്സ് പറയുവാണെങ്കിൽ അത് ജസ്റ്റ് നോട്ടായിട്ടൊന്ന് ഗ്രൂപ്പിൽ ഇടാവോന്ന് ഇങ്ങനെ 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതല്ല, PPT ഡൗൺലോഡ് ആകാതെ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, ചിലതില് ഗൂഗിൾ ഡ്രൈവിൽ ഈ ക്ലാസ് കിട്ടുന്നില്ല, എന്തൊക്കെയോ ഇഷ്യൂസ് ഇങ്ങനെ 2-3 പേര് വിളിച്ച് പറഞ്ഞായിരുന്നു. അല്ല, ഈ നമ്മുടെ റെക്കോർഡിംഗ് കിട്ടുന്നില്ല എന്നുള്ള വിഷയം നമുക്ക് ഇന്ന് രാത്രിയോടെ പരിഹരിക്കും. അത് കുറച്ചുകൂടെ പിന്നെ സിമ്പിൾ ആക്കി കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം ഇടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കിട്ടുന്നില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നോട്ട്സ് ആയിട്ട് അങ്ങ് ഇടാവോ എന്ന് 2-3 ഡോക്ടേഴ്സ് എന്നോട് ഇന്ന് പേഴ്സണലി വിളിച്ച് ചോദിച്ചായിരുന്നു. അല്ല, അതെങ്ങനെ നോട്ട്സ് ആയിട്ട് ഇടും? എഴുതി ഇടുമോ അതോ ടൈപ്പ് ചെയ്തിടുമോ? എങ്ങനെയാണ് ചെയ്യുന്നത്? പറ്റുമെങ്കിൽ ഇടാൻ, പറ്റുമെങ്കിൽ കുഴപ്പമില്ല. അത് ക്ലാസ്
അവർ എഴുതിയിടുവോ അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ കൺവീനിയന്റിൽ ചെയ്യാമെങ്കിൽ അത് ഉപകാരമായിരിക്കും എന്ന് ഇങ്ങനെ ഒരു സജഷൻ വന്നു. ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. അപ്പൊ നാളെ പിന്നെ രാജേശ്വരി ഡോക്ടർ ഉണ്ടല്ലോ, ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലേ ഡോക്ടറെ? നാളെ ഓർഗനോണല്ലേ രാജേശ്വരി ഡോക്ടറിന് ജോയിൻ ചെയ്തില്ലേ? നാളെ രാജേശ്വരി ഡോക്ടർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെള്ളിയാഴ്ച ഡോക്ടർ ശിവശങ്കര മേനോൻ വീണ്ടും റെപ്പർട്ടറി ആൻഡ് എവല്യൂഷൻ ഓഫ് റെപ്പർട്ടറിയും റെപ്പർട്ടറിയുടെ ഹിസ്റ്ററിയും തുടങ്ങി റെപ്പർട്ടറിയിലേക്ക് കയറും. മെറ്റിനാമടിക്കുകയും വേറെ 1-2 പേര് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ദൃശ്യ ഡോക്ടറുടെ ക്ലാസ് ഉണ്ടാവും, പ്രാക്ടീസ് മെഡിസിൻ. അടുത്ത ആഴ്ചയിലേക്കും പല ദിവസങ്ങളിലേക്കും ക്ലാസ്സുകൾ ഇപ്പൊ തന്നെ കൺഫേം ആയിട്ടുണ്ട്. എനിവേ ക്ലാസ്സുകൾ ഉണ്ടാവും, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പോ വേറെ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ 8 മണി തൊട്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് 9 മണിക്ക് തന്നെ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. ആരെങ്കിലും ടെലഗ്രാമിന്റെ ലിങ്ക് ഒന്ന് പെയ്ഡ് ഗ്രൂപ്പിലേക്കോ മറ്റേ ജനറൽ ഗ്രൂപ്പിലേക്കോ ഒന്ന് ഇട്ടേക്കുക. അല്ലെങ്കിൽ ഈ പിന്നെ ജോയിൻ ചെയ്യാത്തവരെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നിപ്പോ ഈ സമയം ആയതുകൊണ്ട് ആർക്കും സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നെറ്റിയാമടിക്ക ഇതുപോലെ പറയുന്നത് നന്നായിരിക്കും. പിന്നെ അനിലപ്രിയ ഡോക്ടർ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസോ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു 1 വേർഡ് തയ്യാറാക്കിയിട്ട് അതിന്റെ ഒരു ഡിസ്കഷൻ പോലെ, അതിന്റെ ഒരു കമ്പാരിസൺ പോലെ പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും. ഈ ഇന്ന് കാണിച്ച സ്ലൈഡിന്റെ ഒരു പിന്നെ അതൊന്ന് ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ എനിക്കോ ഒന്ന് ഇട്ട് തന്നാൽ അതും ആളുകൾക്ക് അത് കാര്യം കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയെന്ന് തോന്നുന്നു. ഈ രീതിയിലൊരു പ്രസന്റേഷൻ അനിലപ്രിയ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് 3/4 മണിക്കൂർ വീതമായാലും മതി. ഒരു 3-4 ക്ലാസ്സുകൾ ഉണ്ടാകുന്നതിന് നല്ലതായിരിക്കും. എല്ലാ സിസ്റ്റം വൈസ് ഇങ്ങനെ ചെയ്യണമെന്നാ വിചാരിക്കുന്നത്. ഇപ്പൊ GIT ചെയ്ത പോലെ ഒരു 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് അത് ചെയ്യുന്നത് നന്നായിരിക്കും. വേറെയും 3-4 പേര് പെറ്റിനാമടിക്കാൻ ഞാൻ ഇതേപോലെ ഓരോ ഐഡിയാസ് അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരും പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരത്തെ കുറച്ച് ക്ലാസ്സുകൾ എടുത്ത് ഡോക്ടർ അഞ്ജു ശിവറാം ഇതുപോലെയല്ല വേറൊരു രീതിയിൽ കുറച്ച് ക്ലാസ്സുകൾ, അതും ഡ്രഗ് ബൈ ഡ്രഗ് അല്ലാതെ ഇതുപോലുള്ള പോയിന്റ്സ് പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനിൽപ്രിയ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഗുഡ് നൈറ്റ്. 9 മണിക്ക് എല്ലാവരും ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അവസാനിപ്പിക്കുകയാണ്. വേറെ ഒന്നുമില്ലല്ലോ.